കേരളത്തിൽ ഇന്ന് CPM നേരിടുന്ന വല്ലാത്തൊരു സന്നിഗ്ധാവസ്ഥയുണ്ട്. ഈഴവ വോട്ടുകൾ അത് ഫിക്സഡ് ഡെപ്പോസിറ്റായി CPM കുറേ കാലങ്ങളായി അനുഭവിച്ചു വരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ വലിയൊരു വ്യതിചലനം വന്നു. ആലപ്പുഴയിലും അടൂരുമൊക്കെ നമ്മൾ ആലപ്പുഴയിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലും നമ്മളത് വളരെ കൃത്യമായി കണ്ടതാണ്. ആ ഒരു അങ്കലാപ്പ് നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെതായ പ്രസ്താവന പുറത്തു വരുന്നത്. പിന്നോക്കക്കാർ വലിയ അവഗണന നേരിടുന്നൊരു സാഹചര്യം, ഒരു സംഘടിത ന്യൂനപക്ഷം എല്ലാം കൈക്കലാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ CPMന് കഴിയുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞു വന്നതും ഇടയ്ക്ക് മുറിഞ്ഞു പോയതും. അതുകൊണ്ട് അതിൽ തന്നെ തുടങ്ങാം. ഈ CPMനെ സംബന്ധിച്ചോളം വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തങ്ങൾക്ക് പ്രതികരിക്കാൻ ഭയമുണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന നില സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPIM എന്ന് ഞാൻ കാണുന്നില്ല. കാരണം ഉയർന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ മാത്രം കണ്ണിലൂടെ അല്ല സ്വാഭാവികമായും CPIMനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ കാണുക. CPIMൻ്റെ മാത്രമല്ല, അത്തരത്തിലുള്ള നിരവധി പാർട്ടികളുണ്ട്. എല്ലാ കാര്യങ്ങളെയും ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനെ മാത്രം കണ്ണിൽ കാണുക. എന്താണ് CPM എടുത്ത നിലപാട്? മുനമ്പം വിഷയത്തിൽ CPM എടുത്ത നിലപാട് എങ്ങനെയാണ്? അങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിലില്ല എന്നുണ്ടെങ്കിൽ മുനമ്പത്തെ അവരുടെ ജീവിത പ്രശ്നത്തിൽ CPM എടുത്ത നിലപാട് എന്താണ്? അല്ല, ഞാൻ പറയാം. ഇത് ഇത്രയും പേര് പറഞ്ഞല്ലോ. അപ്പൊ ഞാനതിന് വളരെ കുറച്ച് സമയം എടുത്ത് പറഞ്ഞു തീർക്കാൻ ഞാൻ ശ്രമിക്കാം. ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ ഏതാണ്ട് എല്ലാവരും പറയുന്നത് മുസ്ലിം പ്രീണനം, പലസ്തീൻ കഫിയ ധരിച്ച് പാർട്ടി കോൺഗ്രസ്സിൽ എടുത്ത ആ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രശ്നം, ഇതൊക്കെ പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്, അത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ലോകത്തെവിടെയും പ്രവർത്തിക്കുന്ന തീരെ ചെറിയ പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലായിടത്തും. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ചും അതുണ്ടല്ലോ. അപ്പോൾ ആ കൊച്ചു പാർട്ടികളാണെങ്കിൽ ശരി, അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഫ്രട്ടേണിറ്റി, ഇൻ്റർനാഷണൽ ഫ്രട്ടേണിറ്റിയും ഒരു പെർസെപ്ഷനും, ഇൻ്റർനാഷണൽ പെർസെപ്ഷൻ തന്നെ ഉണ്ട് അക്കാര്യത്തിൽ. അത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് മുസ്ലിങ്ങളുടെ മാത്രമല്ല, ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ കാര്യത്തിലുണ്ട്, പലയിടത്തും അബോറിജിനൽസിൻ്റെ കാര്യത്തിലുണ്ട്. അതൊരു പെർസെപ്ഷനായിട്ട് തന്നെ സ്വീകരിക്കുന്ന ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അതിനെ ആ രൂപത്തിൽ കാണാൻ നിങ്ങൾ ശ്രമിക്കണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കതിനെ നിരാകരിക്കുകയും ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞത് അവരുടെ രീതി എങ്ങനെയാണെന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ എമ്പുരാൻ സിനിമയെ ബന്ധപ്പെടുത്തി ഒരുപാട് ചർച്ചകൾ ഇവിടെയും കൊണ്ടുവരുന്നുണ്ടത്. ഞാൻ ഓർത്തത് 2003 ഒരു പ്രശ്നമുണ്ടായിരുന്നു നീലിമ. അന്ന് ദീപാ മേത്ത എന്ന് പറഞ്ഞ സുപ്രസിദ്ധ ഒരു സംവിധായികയുണ്ട്. അവരിപ്പോൾ എവിടെയാണ്, കാനഡയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ 74 വയസ്സായി. അവരുടെ 54-ാമത്തെ 55-ാമത്തെ വയസ്സിൽ അവരെടുത്ത പ്രധാനപ്പെട്ട ഒരു സിനിമയായിരുന്നു ഈ അർത്ഥം എന്ന് പറഞ്ഞ സിനിമ. അത് 2003 അതിൻ്റെ ഷൂട്ടിങ്. അന്ന് വാജ്പേയിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ ഡൽഹിയിൽ ഓർഗനൈസറിൻ്റെ ആസ്ഥാനത്ത് ബാലശങ്കർ അവിടെയുണ്ട്, എഡിറ്ററായിട്ട് അവിടെയുണ്ട് ഓർഗനൈസറിൽ. ആ സമയത്ത് മാധവ് കുഞ്ചിലാണെന്ന് തോന്നുന്നു. ഡൽഹിയിൽ നാഗ്പൂർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ഥാനമാണല്ലോ മാധവ് കുഞ്ച് ഡൽഹിയിൽ. അവിടേക്ക് KS സുദർശനാണെന്ന് പ്രധാനപ്പെട്ട സർസംഘ് ചാലക് എന്ന പദവിയിലുള്ളത്. ഈ ദീപാ മേത്തയുടെ ഷൂട്ടിംഗ് നിരന്തരം തടസ്സപ്പെടുത്തുകയാണ്. ഷൂട്ടിംഗ് സൈറ്റുകൾ കത്തിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. അപ്പോൾ അവരവസാനം സർസംഘ് ചാലകിനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ചോദിച്ച് വിളിച്ചു. അദ്ദേഹം മാധവ് കുഞ്ചിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ചെന്നു കഴിയുമ്പോൾ ഈ വാട്ടർ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് അദ്ദേഹം മേശപ്പുറത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ദീപാമേത്ത ചോദിച്ചു, എങ്ങനെയാണ് താങ്കളുടെ ഇത് കിട്ടിയത്? ഞാൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ല, ആകെ ഒരേ ഒരു കോപ്പി കൊടുത്തിട്ടുള്ളത് INB മിനിസ്ട്രിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, INB മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെയല്ലേ, ഞങ്ങളുടെ ഭരണമല്ലേ, അപ്പോൾ അതിനകത്ത് നിങ്ങൾ അതിശയിക്കാനൊന്നുമില്ല. ഏതായാലും നമുക്ക് ഒരുപാട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ചിത്രീകരിച്ച സിനിമയിൽ ഉള്ളൊരു പ്രശ്നം അത് മാത്രം പറയാം. അതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയിലെ നായികയുടെ പേര് ജാനകി എന്നാണ്. ഞങ്ങളുടെ സീതയുടെ പേരുമായി സാമ്യമുള്ള, അല്ലെങ്കിൽ അവരുടെ പേരിൻ്റെ പര്യായം തന്നെയാണ് ജാനകി. അത് പറ്റില്ല, അത് മാറ്റണം. പിന്നെ മറ്റു ചില ഭേദഗതികളും കൂടെ ഉണ്ട്. അത് ഓർഗനൈസറുടെ ഓഫീസിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ അന്ന് 2003 ദീപാ മേത്ത
ഓർഗനൈസറിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങൾ കൂടി വരുത്തിയിട്ടാണ് വാട്ടർ എന്ന വിഖ്യാത സിനിമ വെളിച്ചം കണ്ടത്. അപ്പോൾ അതുണ്ട്. ഈ കൾച്ചറൽ പോലീസിങ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടെന്നേ, അതില്ല എന്നും പറഞ്ഞ് പോകണ്ട. അത് ഏത് കോണ്ടക്സ്റ്റിലാണ് അവർ ചെയ്യുന്നതെന്നുള്ളത് അവരുടെ തീരുമാനമാണ്. അപ്പോൾ കേരളത്തിലെ എമ്പുരാനെ സംബന്ധിച്ച് പിന്നെ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത് ആ സിനിമ എന്തോ മതവിരുദ്ധമാണ് അല്ലെങ്കിൽ രാജ്യവിരുദ്ധമാണ് എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായി മുമ്പിൽ എൻ്റെ അനുഭവമുള്ള കാര്യം ഞാൻ ഇതാണ് പറയുന്നത്. 2003 ദീപാ മേത്ത മരിച്ചിട്ടില്ല, വിഖ്യാത സംവിധായികയാണ്. വാട്ടർ സിനിമ ഇപ്പോഴും ലഭ്യവുമാണ്. ഇതൊക്കെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ കൾച്ചറൽ പോലീസിങ് എപ്പോഴും ഉണ്ട്, അവർക്ക് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അതില്ല എന്നൊന്നും പറഞ്ഞു പോവുകയും വേണ്ട. അല്ല, എമ്പുരാൻ എന്ന് പറയുന്നതിന്റെ പ്രശ്നം എന്താണ്? ഗോത്ര അവഗണിക്കപ്പെടുകയും 59 പേരെ ജീവനോടെ കത്തിച്ച സംഭവം അവഗണിക്കപ്പെടുകയും മറ്റ് സംഭവങ്ങൾ മാത്രം ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് അവിടെ പ്രശ്നമായത്. അങ്ങനെ ഒരു ചരിത്രം പറയുമ്പോൾ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ, അതിന് മുൻപ് നടന്ന സംഭവങ്ങളും പറയണമല്ലോ. നമ്മുടെ ചർച്ചയുടെ വിഷയം അത് തന്നെ, അത്രയും അല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എത്ര ചുരുക്കി പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾ, കാരണം ഞാനിത് ആദ്യമേ പറഞ്ഞില്ല, രണ്ടാമതും പറഞ്ഞില്ല. ജയചന്ദ്രൻ സർ, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ CPM-ന് ഇപ്പോൾ കഴിയുമോ? പറയൂ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ CPM-ന് കഴിയുമോ? അല്ല, അതാണ് പറഞ്ഞു വന്നത്. ഞാൻ ഈ വളരെ പെട്ടെന്ന് ഇല്ല, അതിൻ്റെ അകത്ത് മറ്റൊരു വലിയ കാര്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഉടനീളം കഴിഞ്ഞ ഒരു 15-20 കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു വസ്തുതയുണ്ട്. അതെന്താണെന്നറിയുമോ? പലരും ആ രൂപത്തിലേക്ക് അത് നോക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഞാനത് പഠിക്കാൻ തന്നെ ശ്രമിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ പറയുകയാണ്. കേരളത്തിലെ ഏതാണ്ട് എല്ലാ ടൗണുകളിലും പിന്നെ ഈ ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷങ്ങൾ അല്ലെങ്കിൽ പിന്നെ വിയോജിപ്പുകൾ, ശക്തമായ വിയോജിപ്പുകൾ, ഏറ്റുമുട്ടലോ കയ്യാങ്കളിയൊന്നുമില്ല, വാക്കേറ്റങ്ങൾ നിരവധി 15-20 വർഷങ്ങളായിട്ട് പിന്നെ തൊഴിലിടങ്ങളിൽ, പ്രത്യേകിച്ചും വ്യാപാര ഇടങ്ങളിൽ നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 15-20 കൊല്ലമായിട്ട് ഞാനത് പലയിടത്തും നോക്കിയിട്ടുള്ള ഒരാളെന്ന അതിലെ കൂടെ പറയുകയാണ്. അതുണ്ട്. വെള്ളാപ്പള്ളിയുടെ ഇന്നത്തെ ഈ പ്രസ്താവന ചേർത്ത് വെച്ച് വായിക്കേണ്ടത് അത്തരമൊരു ഇടത്തിലേക്ക് കൂടിയാണ്. അതിൽ നിന്നൊരു നേട്ടം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ആർക്ക്, അതിൻ്റെ പരുക്കാർക്ക്? അത് ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതിൽ ഒരു ശരിയുണ്ട്, ഒരു തെറ്റുമുണ്ട്. അതിൻ്റെ പരുക്ക് വരുന്നത് സ്വാഭാവികമായും UDF-നാണ്. നേട്ടം വരണം എന്ന് വെള്ളാപ്പള്ളി ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായും BJP-ക്കുമാണ്. അത് പിന്നെ എത്രത്തോളം തങ്ങളിലേക്ക് സ്വാധീനിപ്പിക്കപ്പെടാൻ പറ്റും എന്ന് പിന്നെ നോക്കാൻ ഇരിക്കുന്നത് CPM LDF-ഉമാണ്. അതാണ് അതിൻ്റെ അകത്തെ നിങ്ങൾ തന്നെ പറയുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ആ സ്റ്റാറ്റിക്സ് എടുത്താൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോളിറ്റി എടുത്താൽ അങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക എന്നെ സംബന്ധിച്ച്. അതല്ലാതെ CPM ഇക്കാര്യത്തിൽ എന്തെങ്കിലും മറുപടി പറയേണ്ടതുണ്ട് എന്ന് കരുതുന്ന ഒരാളല്ല ഞാനിപ്പോൾ. പറയുമായിരിക്കും അവർ, തീർച്ചയായും പറയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് നാളെയോ മറ്റന്നാളോ ആയിട്ടൊരു പറയുമായിരിക്കും. വെള്ളാപ്പള്ളിക്ക് മറുപടിയായിട്ടല്ല, ഒരു പൊതു പ്രസ്താവന എന്നുള്ള നിലയ്ക്ക് സമുദായ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രസ്താവനയ്ക്ക് അവരുടെയും ഒരു ജനറലൈസ് ചെയ്തൊരു മറുപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ മറുപടി എന്താകും എന്ന് നമുക്ക് കാത്തിരിക്കാം. ഒപ്പം അദ്ദേഹം ശ്രീ ജയചന്ദ്രൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഇങ്ങനെ ഈ ബിസിനസ് നടത്തുന്ന ആളുകൾ തമ്മിൽ സംഘർഷം, അവിടെ കത്വയുടെ പേരിൽ ഒരു വാട്സപ്പ് ഹർത്താലൊക്കെ നടന്നപ്പോൾ KR ബേക്കറി അടിച്ചു തകർത്ത് അവിടെ കൊള്ളയടിക്കപ്പെട്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അത് മലപ്പുറത്താണ്. അതിൽ വളരെ കൃത്യമായി അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് CPM ലീഗ് പ്രവർത്തകരായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് വെള്ളാപ്പള്ളി ചില ആശങ്കകൾ മുന്നോട്ട് വെക്കുന്നത്.